Hello, hi, it's me, Cinema Chetan. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഡബ് ക്രൈം ത്രില്ലർ മൂവീസിന്റെ പാർട്ട് 2 രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ടാണ്. പാർട്ട് 1 നിങ്ങൾ തന്ന എല്ലാവിധ നല്ല സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അതുകൂടെ ഒന്ന് കാണാനായി ശ്രമിക്കുക. അപ്പോൾ പാർട്ട് 2 അതുപോലെ തന്നെ ഗംഭീരമായ ഒരു 5 തമിഴ് ഡബ് ക്രൈം ത്രില്ലർ മൂവീസ് ആണ്. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്ക് എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏതൊക്കെയാണ് 5 ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ലേറ്റസ്റ്റ് ആയി OTT-യിൽ സി5യിൽ കാണാൻ സാധിക്കുന്ന ഒരു ഗംഭീരമായ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് SIT എന്ന ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ലൈൻ നോക്കിയാൽ ചിത്രത്തിന്റെ ആദ്യം തന്നെ വലിയൊരു പണക്കാരിയായ ഒരു ലേഡി കൊല്ലപ്പെടുകയാണ്. അങ്ങനെ പോലീസ് എത്തുകയും അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവളുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് അവൾക്ക് മറ്റൊരു അഫയർ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡ് അവളെ കൊലപ്പെടുത്തി എന്നൊരു നിഗമനത്തിലെത്തി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ തുടർന്നുള്ള കുറെ അന്വേഷണങ്ങളാണ്. പോലീസ് കണ്ടെത്തുന്ന മറ്റ് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളാണ്. അതായത് ഈ ഹസ്ബൻഡിൽ നിന്ന് മാറി യഥാർത്ഥ കൊലയാളി ആര് അല്ലെങ്കിൽ ആരെല്ലാം ആണ് എന്നൊക്കെ കാണിക്കുന്ന ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. അതിഗംഭീരമായ ഒരു മേക്കിംഗ് എന്നൊന്നും പറയാനായിട്ട് കഴിയില്ല. എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അടുത്ത് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് SIT എന്ന ഒരു മൂവി. അത്യാവശ്യം OTT-യിൽ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം എന്ന നിലയിൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് SIT എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.9 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കാം. ലിസ്റ്റിൽ இருக்க எல்லாரும் நம்ம கஸ்டடியில இருக்காங்க. So whom do suspect? Who could it be? 2022 തെലുങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഹിറ്റ് ദ സെക്കൻഡ് കേസ്. ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരുപാട് പേരുടെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഇതിന്റെ തമിഴ് പ്രിന്റ് അവൈലബിൾ അല്ല, തമിഴ് പ്രിന്റ് കിട്ടിയാൽ ഇട്ടാക്കി എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ തമിഴ് പ്രിന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഞാൻ ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണ്ടായി വെട്ടിയ ശരീരഭാഗങ്ങൾ തുണ്ടായി മുറിച്ച ഒരു പെൺകുട്ടിയുടെ ശവശരീരം കിട്ടുകയാണ്. തുടർന്ന് അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കാനായി നമ്മുടെ ഹീറോ എത്തുകയാണ്. മാസ് എൻട്രിയാണ്. അങ്ങനെ ഹീറോ എത്തുന്നതും തുടർന്ന് ആ ഒരു കേസിന്റെ അന്വേഷണവും ഒക്കെയാണ് ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഹിറ്റ് ദ ഫസ്റ്റ് കേസ് കണ്ട ആൾക്കാർക്ക് അറിയാം ആ ഒരു ചിത്രത്തിന്റെ നിലവാരവും. അപ്പൊ ഒട്ടും തന്നെ ആ നിലവാരം കുറയ്ക്കാതെ അല്ലെങ്കിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗംഭീരമായ ഒരു മേക്കിങ്ങിൽ തന്നെ ഈ ഒരു ചിത്രവും എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി തമിഴ് വെർഷൻ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.1 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്നു 2017 തമിഴിൽ തന്നെ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സത്യ. ഈ ഒരു ചിത്രം ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ക്ഷണം എന്ന ഒരു തെലുങ്ക് മൂവി. ക്ഷണം എന്ന തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പക്ഷെ അതിന്റെ തമിഴ് ഡബ് എത്ര നോക്കിയിട്ടും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന്റെ അതേപോലെ ഒഫീഷ്യലി റീമേക്ക് ചെയ്ത സത്യ എന്ന ഈ ഒരു ചിത്രത്തിന്റെ വിശേഷം പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ സിബി സത്യരാജാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സത്യ എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ വിദേശ രാജ്യത്ത് കഴിയുന്ന സിബി സത്യരാജനെ തന്റെ മുൻ കാമുകി കോൾ ചെയ്യുകയാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്ന ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് അയാളെ കോൾ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സിബി സത്യരാജ് ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ ആ മീറ്റിംഗിൽ ആ കാമുകി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകളെ ആരോ കടത്തിയിട്ടുണ്ട്, അതൊന്ന് കണ്ടെത്താനായി സഹായിക്കണം എന്നൊരു ആവശ്യകതയാണ് അവൾ വയ്ക്കുന്നത്. അങ്ങനെ തുടർന്ന് ആ പെൺകുട്ടിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ചിത്രത്തിന്റെ ഗംഭീരമായ ഒരു പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായും ക്ഷണം എന്ന ആ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ അതേ ഒരു നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ് തമിഴ് റീമേക്ക് ചെയ്യപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രം എന്നു 2023 ഹിന്ദിയിൽ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ജാനേ ജാൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു റെസ്റ്റോറന്റ് വെച്ച് തന്റെ മകളെ വളർത്താനായി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അമ്മ, അതാണ് നമ്മുടെ ഹീറോയിൻ. അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ വന്നിട്ട് പണത്തിനായി അവരെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് അവർക്കുള്ളത്. അവർ താമസിക്കുന്ന വീടിനടുത്ത് ഒരു കണക്ക് വാദ്യർ, അതായത് ഒരു മാത്സ് പ്രൊഫസർ തൊട്ടടുത്ത വീട്ടിൽ താമസമുണ്ട്. അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വളരെയധികം സംശയദൃഷ്ടിയോടെ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്നും വേറിട്ട് കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു വ്യക്തിയാണ് ഈ കണക്ക് വാദ്യർ. അപ്പോൾ അങ്ങനെ പോകെ ഒരു നാൾ നമ്മുടെ ഈ ഹീറോയിന്റെ ഹസ്ബൻഡ് അവളെ തേടി വരികയാണ്. അങ്ങനെ പണത്തെ ചൊല്ലിയുള്ള ആ ഒരു തർക്കം അയാളുടെ കൊലപാതകത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അമ്മയും മകളും അടുത്തിനി എന്ത് ചെയ്യും? കാരണം തന്റെ വീട്ടിൽ ഒരു കൊല നടന്നിരിക്കുക, അതിന് പോലീസിനെ അറിയിക്കണോ, എന്ത് ചെയ്യുമെന്ന ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഡോറിൽ ആരോ നോക്ക് ചെയ്യുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന കുറെ ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് ജാനേ എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് എന്ന് പറയാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ ചിത്രം ஏதோ இடிக்குது கதையில.
2023 തമിഴിൽ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റെയ്ഡ്. തെലുങ്കിലെ ടഗരു എന്ന ഒരു ചിത്രത്തിന്റെ റീമേക്കാണ്, ഒഫീഷ്യൽ റീമേക്കായി ഇറക്കിയ ഒരു ചിത്രമാണ്. വിക്രം പ്രഭുവാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ചെന്നൈയിലെ ഒരു പോലീസ് ഓഫീസറായ വിക്രം പ്രഭു അവിടെ നടക്കുന്ന കുറെ സംഭവങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറെ ഗാങ്സ്റ്റർ വിളയാട്ടത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അതിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ച് അല്ലെങ്കിൽ അതിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഒരു മാസ് മസാല മൂവി എന്ന് തന്നെ പറയാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb. சிட்டில என்ன தவிர வேற எந்த ரவுடியும் இருக்கக்கூடாது. അപ്പോൾ ഇതൊക്കെയാണ് തമിഴ് ഡബിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റു ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായി അത് കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ മറ്റേതെങ്കിലും ചിത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിലും അത് കമന്റ് ചെയ്ത് അറിയിക്കുക. അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഉറപ്പായി അത് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അല്ല ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നത് ബൈ ബൈ.